നല്ല വിശേഷം. ഇപ്പോൾ റിട്ടയർ ആവുകയാണ്. അപ്പം അതിൻ്റെ റിട്ടയർ ആവുന്ന വലിയൊരു ഇതാണല്ലോ, കാര്യമാണല്ലോ. ഇത്ര വർഷം ഇത്ര വലിയ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു ഫീലിംഗ് റിട്ടയർ ആകുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് അതിനെ പറ്റി. അത് പറയാം, എനിക്ക് പറയാം. റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആഫ്റ്റർ 56 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്തായാലും റിട്ടയർ ചെയ്ത് പോകേണ്ടത്. എത്രയോ തലമുറകൾ കാത്തു നിൽക്കുകയാണ് നമുക്ക് പകരമായി കയറി ജോലി ചെയ്യാനായിട്ട്. പിന്നെ തന്നെയല്ല, എനിക്ക് ആകെ കൂടിയിട്ടൊരു വിഷമം എന്ന് വെച്ചാൽ നമ്മുടെ കൈകളിലൂടെ ഒരു തലമുറകൾ കുറേ കൊല്ലങ്ങളായിട്ട് കുട്ടികൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് അവസാനിച്ചുല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യണം. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഓൺലൈൻ രീതിയിലൂടെയോ അല്ലെങ്കിൽ സ്പെഷ്യലായി ട്യൂഷൻ കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും കുട്ടികളായിട്ടുള്ള ആ മിംഗ്ലിങ് ഞാൻ അവസാനിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്യും. ടീച്ചിങ് വെച്ച് ഒരു സോഷ്യൽ വർക്കാണല്ലോ. ഇത്ര കുട്ടികൾക്ക് ഭാവിക്കുന്ന ഉപകാരമായ കാര്യങ്ങൾ പഠിക്കാന്ന് വെച്ചാൽ ഒരു ടെക്നിക്കൽ സോഷ്യൽ വർക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ടീച്ചിങ് എന്നാൽ ഇത് അവസാനിച്ചിട്ടും ഇനി കുട്ടികൾക്ക് എങ്ങനെ സഹായിക്കാം എന്നൊരു ഐഡിയ ആണ്. ഓക്കെ, ഞാനിപ്പോ ടീച്ചിങ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ആ ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ അത് എങ്ങനെ പഠിപ്പിക്കുന്നു? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീരെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് നമ്മളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തെടുത്ത് സഹായിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സംടൈംസ് ഞാൻ ചില സ്കൂളിൽ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ എടുത്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്, താല്പര്യമുള്ള കുട്ടികൾ. അങ്ങനെ ഒരു ആശയമുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിലെ കോക്കൂർ എന്നുള്ള വളരെ നല്ലൊരു സ്കൂള്. ഇത്രയും സ്ട്രെങ്ത്തൊന്നുമില്ല, ഇത്ര ഡിവിഷനൊന്നുമില്ല. 10ലൊക്കെ എന്ന് വെച്ചാൽ 4 ഡിവിഷനേ ഉള്ളൂ. മൊത്തം ഹൈസ്കൂളിൽ 12 ഡിവിഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 19 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് കാലം ഇവിടെ വേറെ സ്കൂളൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 2 സ്കൂളും ഇഷ്ടമായി. അവിടെ വേറൊരു ചുറ്റുപാട്, ഇവിടെ ഇവിടെ സ്ട്രെങ്ത് കൂടുതലാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. വലിയ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയല്ലോ, അതൊരു സന്തോഷം. അല്ല, 3 സ്കൂളുണ്ടായിരുന്നു. നമ്മൾ കാടാമ്പുഴ പോകുന്നിടത്തൊരു സ്കൂളുണ്ട്, എന്താ പറയുക, ആദവനാട് എന്ന് പറയും. അവിടെ 3 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു സ്കൂൾ, നല്ല എന്താ പറയുക, കുട്ടികളൊക്കെ നല്ല ഡിസിപ്ലിൻ ഉണ്ട്. അതേപോലെ തന്നെ കലാകായിക രംഗത്തൊക്കെ വളരെ മികച്ച ഒരു ഇത് തന്നെയായിരുന്നു ആ സ്കൂൾ. അത് മലപ്പുറം ജില്ലയിൽ തന്നെയായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും അവധി ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെ ആ കാലഘട്ടം കൈകാര്യം ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടണം എന്ന് വിചാരിക്കുന്നു. അതെന്ന് വെച്ചപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷം പകുതിയായിട്ടല്ലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കുട്ടികളായിട്ട് അത്രയും അടുത്ത് ഇടപഴകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നത്തെ സ്കൂളിലെ ബാച്ചുകളാന്ന് വെച്ചാൽ 19 വർഷം SLC ബാച്ച് കൈകാര്യം ചെയ്തതല്ലേ. അതിൽ പ്രത്യേകിച്ച് 2019 എൻ്റെ 10th കുട്ടികളുടെ ഒരു ബാച്ച്, അത് വളരെ മനസ്സിൽ നിന്ന് പോവാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അവരെന്നെ വിളിക്കും, ഓരോ ഫംഗ്ഷനും ഒക്കെ എന്നെ വിളിച്ച് പോവാറുണ്ട്. അവരെ കാണാൻ, അവരോട് സംസാരിക്കാൻ വലിയ കാര്യമാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എത്ര കുട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പഠിപ്പിക്കാൻ എന്തായാലും ഇറങ്ങില്ല എന്ന് വിചാരിക്കുന്നു. വേറെ ഏതെങ്കിലും രംഗത്തേക്ക് ഇറങ്ങാൻ വിചാരിക്കുന്നുണ്ട്. കാരണം വെറുതെ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതെ,
സ്കൂളിൽ നിന്ന് ഏത് ബാച്ചാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമായ സ്കൂള് GVHS സ്കൂളാണ്. നല്ല സ്കൂളാന്ന് മാത്രമല്ല നല്ല സ്റ്റാഫായിരുന്നു അവിടെ. കുറച്ച് നാട്ടിൽ ഞാൻ കുറച്ച് കൂടുതൽ കാലം പഠിച്ച് വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നാട്ടുകാരായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എരുമപ്പെട്ടി, അതിനുശേഷം എരുമപ്പെട്ടിയാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ള സ്കൂൾ. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് കടിക്കാട് സ്കൂളിലാണ്. അവിടെ അത്ര 3 വർഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ദേശമംഗലം പോയി. ദേശമംഗലത്തെ ചുരുങ്ങിയ കാലയളവുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പോയി 3 മാസം, പിന്നീട് ഒരു 3 മാസം, പിന്നെ വീണ്ടും ട്രാൻസ്ഫർ ആയിട്ട് പോയി പിന്നെ ഒരു 3 മാസം അവിടെ വർക്ക് ചെയ്തു. പിന്നെ 6 മാസത്തോളം അവിടെ വർക്ക് ചെയ്തു. അവിടെ അത്ര ഇതില്ലെങ്കിൽ കൂടി അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഞാനവിടെ ഫസ്റ്റിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു 6ാം ക്ലാസ് വിഷ്ണുപ്രിയ എന്നുള്ള കുട്ടി, ചെറിയ കുട്ടി. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വരയ്ക്കാനൊക്കെ. അപ്പോൾ ഞാനൊരു 3 മാസം കാലയളവ് അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോയപ്പോഴും ആ കുട്ടി എന്നിട്ടുള്ളൊരു ബന്ധം എഴുത്തായിട്ട് ഫോണായിട്ടും ചിത്രങ്ങളെ അയച്ചിട്ടൊക്കെ അങ്ങനത്തെ ഒരു ബന്ധം. അവസാനം അവളുടെ കല്യാണത്തിന് എന്നെ വിളിക്കുകയും ഞാൻ കല്യാണത്തിന് ഞാൻ കുടുംബസമേതം പോവുകയും ഇപ്പോഴും അങ്ങനെ ഒരു കോണ്ടാക്റ്റിലൊരു അപൂർവമായൊരു ബന്ധമുണ്ട് ഈ ദേശമംഗലം സ്കൂളിൽ. അങ്ങനൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് എനിക്ക് ഒരു ബന്ധം ദേശമംഗലം സ്കൂളിനോട് ഉണ്ട്. അവിടുത്തെ ഒരു 1-2 ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇതാ ഞാൻ പറയട്ടെ, ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ്. ഈ വൃന്ദ, ഇവരൊക്കെ ഈ വർഷത്തെ കലാകാരന്മാരാണ്. അവർ ഓരോ ഞങ്ങളുടെ സ്കൂളിലെ ഇത് വൃന്ദ, അത് പേര് പറയും ഷഹീം.